everyone. Yes, നിങ്ങളുടെ എക്സാമിനേഷൻ ബയോളജി എക്സാമിനേഷൻ അടുത്തിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ബയോളജിയുടെ ക്ലാസ്സസ് ഇല്ലേ, ബയോളജിയുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യെസ് മക്കളെ, നാളെ അതായത് 13-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബയോളജിയുടെ ലൈവ് ക്ലാസ്സുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം 19-ാം തീയതിയാണ് ബയോളജി എക്സാമിനേഷൻ വരുന്നത്. സോ ആ 19th വരെയും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാകും. അടിപൊളിയായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോ ലാസ്റ്റ് റൗണ്ട് ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ളതും ഒപ്പം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. കാരണം ഈ അവസാന ലാപ്പിൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലായിരിക്കണം, അല്ലെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെ? സോ എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയാം 13-ാം തീയതി നാളെ. സോ 13th ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവനിങ് 7 PM നിങ്ങളുടെ ക്ലാസ്സസ് ഉണ്ടാകുക. നമുക്ക് ഫസ്റ്റ് സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് എവല്യൂഷൻ. ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഒരു ലൈവിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. സോ ഈ ചാപ്റ്റേഴ്സിന്റെ തിയറിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വസ്റ്റ്യൻസിനായിരിക്കും. സോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മോഡലിലായിരിക്കും നമ്മൾ പോവുക. സോ ഈ 3 ചാപ്റ്റേഴ്സിന് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരൊറ്റ ലൈവിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. Then coming to the next day, that is 14th Thursday. അന്ന് നമ്മൾ 7 PM തന്നെയാണ്, ടൈമിംഗ് എല്ലാം 7 PM തന്നെയാണ്. അന്ന് നമ്മൾ ബോട്ടണിയിലെ 3 ചാപ്റ്റേഴ്സ്, അതായത് ബയോടെക്നോളജിയും അതിന്റെ പ്രിൻസിപ്പിൾസും പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ചാപ്റ്ററും പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററും, ഈ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആ ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫ്രൈഡേ, അതായത് 15th നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15th 7 PM നമ്മൾ എടുക്കുന്നത് സുവോളജി ആയിരിക്കും. അപ്പൊ ബോട്ടണി സുവോളജി ബോട്ടണി ഈ ഒരു ഓൾട്ടർനേറ്റീവിലായിരിക്കും വരിക. അപ്പൊ സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും വലിയൊരു ചാപ്റ്ററുമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ദെൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസും, അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറും. സോ ഈ 3 ചാപ്റ്റേഴ്സും ആയിരിക്കും. അതിൽ അവസാനം പറഞ്ഞ 2 ചാപ്റ്റേഴ്സും ചെറുതാണ്. ഹ്യൂമൻ ഹെൽത്ത് അത്ര ചെറുതല്ല, പക്ഷെ അതിന്റെ മാർക്ക് സ്കീമിനകത്ത് വരുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്. പക്ഷെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ ചാപ്റ്ററുമാണ്. അതുപോലെ തന്നെ ജെനറ്റിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യുന്നത് നമ്മൾ 15th ഫ്രൈഡേ. അത് കഴിഞ്ഞ് 16th സാറ്റർഡേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 7 PM സെയിം ടൈമില് ബോട്ടണിയിലെ 3 ചാപ്റ്റേഴ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഓർഗാനിസംസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എക്കോസിസ്റ്റം. സോ ഈ 3 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കവർ ചെയ്യുന്നത് ആ ഒരു ദിവസമായിരിക്കും, സാറ്റർഡേ. ദെൻ സൺഡേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൺഡേ 7 PM നിങ്ങൾക്ക് സുവോളജിയിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആയിട്ടുള്ള മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസും, ഒപ്പം ഏറ്റവും ചെറിയ ചാപ്റ്റർ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി. സോ ഈ 2 ചാപ്റ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്തായിരിക്കും നമ്മൾ എടുക്കുന്നത് ഓൺ സൺഡേ 17th at 7 PM. ദെൻ അടുത്ത നമ്മളുടെ ദിവസം എന്ന് പറയുന്നത് എക്സാമിന്റെ തലേ ദിവസമാണ്, അല്ലെ? അന്ന് നമുക്ക് സൂപ്പർ 60 ഉണ്ടായിരിക്കും ഓൺ 18th at 9 AM. ഓക്കെ, സോ 9 AM നിങ്ങൾക്ക് സൂപ്പർ 60 ഉണ്ടാകും. സൂപ്പർ 60ൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തത് അതെല്ലാം ചാപ്റ്റർ വൈസ് ആയിരുന്നല്ലോ. ഇനി നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ മിക്സ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്ത് വെക്കുന്നതാണ് സൂപ്പർ 60 എന്ന് പറയുന്നത്. സോ സൂപ്പർ 60 നമ്മൾ പഠിക്കുന്നതോടുകൂടി എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 19th എന്ന് പറയുന്നത് എക്സാം ഡേ ആണ്. സോ എക്സാം ഡേ മോർണിംഗ് യു വിൽ ഹാവ് ബൂസ്റ്റർ. സോ ബൂസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബയോളജിയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യത ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് 19th അന്ന് മോർണിംഗ് നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുഞ്ഞു ഒൺവേർഡുകൾ, MCQs, ഇതെല്ലാം കൂടി ചേർത്തായിരിക്കും ബൂസ്റ്റർ ഡോസ് തരുന്നത്. ആ ബൂസ്റ്റർ ഡോസോട് കൂടി എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യാനും അടിപൊളിയായിട്ട് എക്സാം എഴുതാനും സാധിക്കും. സോ ഇങ്ങനെയായിരിക്കും ബയോളജിയുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ടുമാറോ, that is 13th to 19th വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു സ്റ്റഡി പ്ലാൻ ആണ് സൈലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യേണ്ടത് ഈ എല്ലാവരോടും ഈ ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും കാണാൻ വരാൻ പറയണം, മറക്കരുത്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം, സെറ്റായിട്ട് പഠിക്കാം, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ലൈവിൽ കാണാം.